മഹാനായ നോവലിസ്റ്റ് ഡോസ്റ്റോവസ്കി അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. സത്യത്തിൽ അത് സാർ ഭരണകൂടത്തിൻ്റെ ഒരുതരം തമാശയായിരുന്നു. അത് ചിന്തകരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരെ ഫേക്ക് ട്രയൽ നടത്തി പേടിപ്പിക്കുക എന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചിന്തകന്മാരുടെ ഒരു കൂട്ടത്തിൽ കൂടി രാജാവിനെതിരെ കുപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഒരു ഫേക്ക് ട്രയലൊക്കെ നടത്തി എന്നിട്ട് അദ്ദേഹത്തെയും ഏതാനും മറ്റ് ചിന്തകരെയും വധശിക്ഷയ്ക്കുള്ള വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വെളുത്ത വസ്ത്രം ധരിപ്പിച്ചു, പ്രതീകാത്മകമായി അവരുടെ വാള് തലയ്ക്ക് മുകളിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അതൊക്കെ ഒരു പ്രതീകാത്മകതയാണ്. കുരിശ് രൂപം ഉമ്മവെക്കാൻ കൊടുത്തു. അതേപോലെ ഞാൻ അടിമുടി വിറങ്ങലിക്കാൻ തുടങ്ങി. മരണം എന്ന യാഥാർത്ഥ്യം തൊട്ട് മുമ്പ് നിൽക്കുകയാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാതയിലൂടെ സഞ്ചരിക്കുകയാണ്. നൂൽപ്പാലത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നിലത്തോട്ട് വീഴാം, മരിച്ചു പോകാം. ജീവിതത്തൊന്ന് വിലയിരുത്തണമെന്ന് ആഗ്രഹിച്ചു, പറ്റുന്നില്ല. മനസ്സ് അസ്വസ്ഥമാകുന്നു. അചഞ്ചലമായ ഹൃദയമല്ല, ചഞ്ചലമായി ആടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്നെ പതുക്കെ കണ്ണടച്ച് തൊട്ടു മുമ്പ് ചുംബിച്ച കുരിശിനെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അല്പം ബലം കിട്ടിയതെന്ന് അദ്ദേഹം എഴുതുന്നു. അങ്ങനെ കണ്ണടച്ച് മരണം കാത്ത് മരണം സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുതിരക്കുളമ്പടി അച്ച രാജാവിൻ്റെ ഭടം വരുന്നു, വിളിച്ചു പറയുന്നു ഇവരുടെ വധശിക്ഷ റദ്ദാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു നാടകരങ്ങേറിയതായിരുന്നു, ആളുകൾ പേടിയുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഭടം വന്ന് പറഞ്ഞു ഇയാളിനി മരിക്കില്ല, കൊല്ലണ്ട. പക്ഷേ ഡോസ്റ്റോവസ്കിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉജ്ജ്വലമായ തുടക്കത്തിൻ്റെ അനുഭവമായിരുന്നു. അദ്ദേഹം ഡയറിയിൽ എഴുതി, കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിരുന്നു എൻ്റെ ജീവിതം. അതൊന്ന് നേരെയാക്കാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ ചരട് കൊണ്ട് കുത്തഴിഞ്ഞ പുസ്തകം നേരെയാക്കാമെന്ന് ഞാൻ പഠിച്ചിരിക്കുകയാണ്. ഞാനിത് നന്നായിട്ട് ജീവിക്കും. ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കി കളയില്ല. കാരണം ഓരോ മിനിറ്റും പ്രഷ്യസ് ആണ്. ഞാൻ സ്നേഹിക്കും, ഞാൻ ജീവിക്കും, നൽകിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്നേഹിക്കാനുള്ള മത്സരമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മരണത്തിന് മുമ്പ് ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെയും ഞാൻ മനസ്സുകൊണ്ട് മോഹിച്ചിട്ടില്ല. നിന്നെ അല്ലാതെ നിന്നെ വഞ്ചിച്ച് മറ്റൊരാളിലേക്ക് ഞാൻ പോയിട്ടില്ല. പൂർണ്ണ വിശ്വസ്തത ഞാൻ പാലിച്ചുവെന്ന് അവസാന നിമിഷം പറയാൻ എനിക്ക് പറ്റും. എന്നിട്ട് കണ്ണുകളിൽ നോക്കിയിട്ട് പറഞ്ഞു ഐ ലവ് യു. പിന്നെ ദൈവത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തിനോടും ഐ ലവ് യു എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ മരിച്ചത്.